നമസ്കാരം, ഈറ്റി മലയാളത്തിലേക്ക് സ്വാഗതം. ഓഹരി വിപണിയിലെ നിക്ഷേപകർ ഇന്ന് ഉറ്റുനോക്കിയത് പൊതുമേഖലാ സ്ഥാപനമായ ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡിലേക്കാണ്. കേന്ദ്ര സർക്കാർ തങ്ങളുടെ കൈവശമുള്ള BHEL ഓഹരികൾ വിറ്റഴിക്കാൻ പ്രഖ്യാപിച്ചിരുന്നു. എന്താണ് ഓഫർ ഫോർ സെയിൽ? സാധാരണക്കാർക്ക് ഇതിൽ നിന്ന് എങ്ങനെ ലാഭമുണ്ടാക്കാം? ഇതിന്റെ പിന്നിലെ സാമ്പത്തിക വശങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് വിശദമായി നോക്കാം. കേന്ദ്ര സർക്കാർ BHEL നിലവിലുള്ള തങ്ങളുടെ 63.17% ഓഹരി പങ്കാളിത്തത്തിൽ നിന്നാണ് ഇപ്പോൾ ഒരു ഭാഗം വിറ്റഴിക്കുന്നത്. കേന്ദ്ര സർക്കാർ BHELന്റെ നിലവിലുള്ള തങ്ങളുടെ 63.17% ഓഹരി പങ്കാളിത്തത്തിൽ നിന്നാണ് ഇപ്പോൾ ഒരു ഭാഗം വിറ്റഴിക്കുന്നത്. പ്രധാനമായും 3% ഓഹരികളാണ് അടിസ്ഥാനപരമായി വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ നിക്ഷേപകരുടെ ഭാഗത്തു നിന്ന് വലിയ താല്പര്യമുണ്ടായാൽ 2% കൂടി അധികമായി വിൽക്കാനുള്ള ഗ്രീൻ ഷൂ ഓപ്ഷനും സർക്കാർ കരുതിയിട്ടുണ്ട്. അതായത് മൊത്തം 5% ഓഹരികൾ വിപണിയിലേക്ക് എത്തും. ഏകദേശം 17.41 കോടി ഇക്വിറ്റി ഷെയറുകളാണ് ഇതിലൂടെ വിറ്റഴിക്കുക. ഏറ്റവും ആകർഷകമായ കാര്യം ഇതിന്റെ ഫ്ലോർ പ്രൈസ് തന്നെയാണ്. ഒരു ഷെയറിന് 254 രൂപ എന്ന നിരക്കിലാണ് സർക്കാർ ഈ ഓഫർ നൽകുന്നത്. കഴിഞ്ഞ ദിവസത്തെ മാർക്കറ്റ് വിലയേക്കാൾ ഏകദേശം 8% ഡിസ്കൗണ്ടിലാണ് നമുക്കിത് ലഭിക്കുന്നതെന്ന് വലിയൊരു പ്രത്യേകതയാണ്. ഈ വിൽപ്പനയിലൂടെ ഏകദേശം 4422 കോടി രൂപ സമാഹരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇനി നിങ്ങൾ എപ്പോഴാണ് ഇതിൽ പങ്കെടുക്കേണ്ടതെന്ന് നോക്കാം. ഇന്ന് നോൺ റീറ്റെയിൽ നിക്ഷേപകർക്കുള്ള ബിഡാണ് ഉണ്ടായത്. എന്നാൽ നാളെ റീറ്റെയിൽ നിക്ഷേപകർക്ക് ഇതിൽ ബിഡ് ചെയ്യാവുന്നതാണ്. കൂടാതെ കമ്പനി ജീവനക്കാർക്കായി പ്രത്യേക ക്വാട്ടയും ഇതിൽ മാറ്റിവെച്ചിട്ടുണ്ട്. 2 ലക്ഷം രൂപ വരെ നിക്ഷേപിക്കുന്നവരെയാണ് റീറ്റെയിൽ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ മുൻനിര ബ്രോക്കിംഗ് ആപ്പുകളിലൂടെയും, അതായത് സെറോദ, അപ്സ്റ്റോക്സ്, ICICI ഡയറക്ട്, ഏഞ്ചൽ വൺ മുതലായ എല്ലാ ബ്രോക്കറേജുകളും നിങ്ങൾക്ക് ഇതിൽ പങ്കെടുക്കാൻ സഹായിക്കുന്നു. ഇതിനായി നിങ്ങളുടെ ട്രേഡിംഗ് ആപ്പിൽ ലോഗിൻ ചെയ്യുക. ബിഡ്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ആക്ഷൻസ് എന്ന സെക്ഷനിൽ പോകുക. അവിടെ ഓഫർ ഫോർ സെയിൽ എന്ന വിഭാഗം തിരഞ്ഞെടുക്കുക. ലിസ്റ്റിൽ നിന്ന് BHEL സെലക്ട് ചെയ്യുക. എത്ര ഷെയറുകൾ വേണമെന്ന് നൽകുക, അതായത് ക്വാണ്ടിറ്റി നൽകുക. നിങ്ങൾക്ക് കട്ട് ഓഫ് പ്രൈസ് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഫ്ലോർ പ്രൈസിനോ അതിനു മുകളിലോ ഉള്ളൊരു വില നൽകാം. സബ്മിറ്റ് ചെയ്യുക. നിങ്ങളുടെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ആവശ്യമായ തുക ഉണ്ടായിരിക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. OFSൽ പങ്കെടുക്കുന്നത് വ്യക്തിഗത നിക്ഷേപ തീരുമാനമാണെങ്കിലും ചില വസ്തുതകൾ പരിഗണിക്കുന്നത് നന്നായിരിക്കും. നിലവിലെ മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയായ 254 നിങ്ങൾക്ക് ഓഹരികൾ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ ദീർഘകാലത്തേക്ക് ഓഹരികൾ കൈവശം വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഈ ഡിസ്കൗണ്ട് നിരക്ക് പ്രയോജനപ്പെടുത്താം. എന്നാൽ ഹ്രസ്വകാല ലാഭത്തിനായി ശ്രമിക്കുന്നവർ വിപണിയിലെ ചാഞ്ചാട്ടം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിപണിയിൽ ഷെയറുകൾ ലഭ്യമാണെങ്കിലും എന്തിനാണ് OFS വഴി വാങ്ങുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഈ 3 കാരണങ്ങൾ കൂടി മനസ്സിലാക്കുക. പ്രധാനപ്പെട്ട കാര്യം വില തന്നെയാണ്. ഇന്ന് വിപണിയിൽ BHEL ഓഹരികൾ ഏകദേശം 260-261 രൂപ നിലവാരത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ സർക്കാർ ഇത് നിങ്ങൾക്ക് നൽകുന്നത് 254 രൂപ എന്ന ഉറപ്പായ നിരക്കിലാണ്. അതായത് വിപണിയിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ ഏകദേശം 2 മുതൽ 3% വരെ ലാഭത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഷെയറുകൾ ലഭിക്കും. തുടക്കത്തിൽ ഇത് 8% ഡിസ്കൗണ്ട് ആയിരുന്നെങ്കിലും OFS പ്രഖ്യാപനത്തോടെ മാർക്കറ്റ് പ്രൈസ് താഴേക്ക് വന്നതിനാലാണ് ഇപ്പോൾ വ്യത്യാസം കുറഞ്ഞിരിക്കുന്നത്. സാധാരണ വിപണിയിൽ നിന്ന് നിങ്ങൾ ഷെയറുകൾ വാങ്ങുമ്പോൾ ബ്രോക്കറേജ് കൂടാതെ STT ഉൾപ്പെടെയുള്ള ചാർജുകൾ നൽകേണ്ടതുണ്ട്. എന്നാൽ OFS വഴി വാങ്ങുമ്പോൾ നിക്ഷേപകർക്ക് ഇത്തരം അധിക ചാർജുകൾ നൽകേണ്ടതില്ല. ഇത് നിങ്ങളുടെ മൊത്തം നിക്ഷേപ ചിലവ് കുറയ്ക്കുന്നുണ്ട്. വിപണിയിൽ നിന്ന് പെട്ടെന്ന് വലിയ അളവിൽ, അതായത് ഉദാഹരണത്തിന് 2 ലക്ഷം രൂപയ്ക്ക് ഷെയറുകൾ വാങ്ങാൻ ശ്രമിക്കുമ്പോൾ വിലയിൽ മാറ്റം അല്ലെങ്കിൽ സ്ലിപ്പേജ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അലോട്ട്മെന്റ് ലഭിക്കുകയാണെങ്കിൽ OFSൽ നിങ്ങൾ നൽകുന്ന ബിഡ് പ്രൈസിൽ തന്നെ ഷെയറുകൾ ലഭിക്കുമെന്ന് ഉറപ്പാണ്. അതായത് ലോങ് ടേം നിക്ഷേപകർക്ക് തീർച്ചയായും OFS വഴി ബിഡ് ചെയ്യുന്നത് ലാഭകരം തന്നെയാണ്. മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ നിരക്കിൽ ഷെയർ കിട്ടുന്നത് നിങ്ങളുടെ ആവറേജ് ബൈയിങ് പ്രൈസ് കുറയ്ക്കാൻ സഹായിക്കും. ഇനി ഷോർട്ട് ടേം ട്രേഡർ ആണെങ്കിൽ മാർക്കറ്റ് വിലയും OFS ഫ്ലോർ പ്രൈസും തമ്മിലുള്ള വ്യത്യാസം അഥവാ സ്പ്രെഡ് വളരെ കുറവാണെങ്കിൽ നേരിട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതും പരിഗണിക്കാം. എന്തുകൊണ്ടാണ് ഈ ഓഫർ നിക്ഷേപകർ ഗൗരവമായി കാണേണ്ടത്? BHELന്റെ 3ാം പാദ ഫലങ്ങൾ തന്നെയാണ് ഇതിന് കാരണം. കഴിഞ്ഞ വർഷം ഇതേ സമയം 134 കോടി രൂപയായിരുന്ന കമ്പനിയുടെ ലാഭം ഇത്തവണ 190% വർദ്ധിച്ച് 390 കോടി രൂപയിലേക്ക് എത്തിയിട്ടുണ്ട്. വരുമാനത്തിന്റെ കാര്യമെടുത്താൽ 16.4% വർധനവോടെ 8473 കോടി രൂപയായും വർദ്ധിച്ചു. പ്രവർത്തനക്ഷമത വർദ്ധിച്ചതും ഓർഡർ പൈപ്പ്ലൈൻ ശക്തമായതുമാണ് ഈ മുന്നേറ്റത്തിന് കാരണം. മാത്രമല്ല, അടുത്തിടെ ഭാരത് കോൾ ഗ്യാസിഫിക്കേഷൻ ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിൽ നിന്നും ഏകദേശം 2800 കോടി രൂപയുടെ പുതിയ പ്രൊജക്ട് ഓർഡറും BHEL സ്വന്തമാക്കിയിട്ടുണ്ട്. സർക്കാരിന്റെ ഈ വർഷത്തെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ലക്ഷ്യമായ 33,837 കോടി രൂപയിലേക്കുള്ള പ്രധാന ചുവടുവെപ്പ് കൂടിയാണിത്. ഇനി ഓഫർ ഫോർ സെയിൽ അലോട്ട്മെന്റ് കിട്ടാത്ത നിക്ഷേപകർക്ക് വരുന്ന സെഷനുകൾ ശ്രദ്ധിക്കാവുന്ന ലെവലുകൾ കൂടി മനസ്സിലാക്കാം. ഇമ്മീഡിയറ്റ് സപ്പോർട്ടായിട്ട് 252-253 രൂപ ശ്രദ്ധിക്കാവുന്നതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ താഴ്ന്ന നിലവാരമാണിത്. ഓഹരി ഇതിന് താഴേക്ക് പോയാൽ 238-240 വരെ താഴാൻ സാധ്യതയുണ്ട്. ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 277 രൂപയിലാണ്. ഈ നിലവാരം മറികടന്നാൽ മാത്രമേ ഓഹരിയിൽ പുതിയൊരു കുതിച്ചുചാട്ടം അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് പ്രതീക്ഷിക്കാനാവും.
അടുത്ത പ്രധാന കടമ്പ 288 രൂപ നിലവാരമാണ്. നിലവിൽ ഓഹരി അതിന്റെ 5 ഡേ, 20 ഡേ, 50 ഡേ എക്സ്പോണൻഷ്യൽ മൂവിംഗ് ആവറേജുകൾക്ക് താഴെയാണ് വ്യാപാരം നടത്തുന്നത്. ഇത് ഹ്രസ്വകാലത്തേക്ക് ഒരു ബെയറിഷ് ട്രെൻഡിനെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഓഹരി ഇപ്പോഴും അതിന്റെ 200 ഡേ മൂവിംഗ് ആവറേജിന് മുകളിലാണ്. ഇത് ദീർഘകാല അടിസ്ഥാനത്തിൽ ഓഹരിയുടെ കരുത്തിനെ കാണിക്കുന്നുണ്ട്. റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് നിലവിൽ 37 to 45 റേഞ്ചിലാണ്. ഇത് ഓഹരി ഓവർസോൾഡ് മേഖലയോട് അടുക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 30 താഴേക്ക് പോയാൽ ശക്തമായൊരു തിരിച്ചുപിടുത്തം പ്രതീക്ഷിക്കാം. MACD സിഗ്നൽ ലൈനിന് താഴെ തുടരുന്നത് വിപണിയിലെ വിൽപ്പനാ സമ്മർദ്ദത്തെ കാണിക്കുന്നുണ്ട്. പുട്ട് കോൾ റേഷ്യോ കൂടി പരിശോധിക്കാം. ഡെറിവേറ്റീവ് മാർക്കറ്റിൽ 250, 260 സ്ട്രൈക്ക് പ്രൈസുകളിൽ വലിയ തോതിൽ പുട്ട് ഓപ്ഷനുകൾ ആക്റ്റീവാണ്. ഇത് സൂചിപ്പിക്കുന്നത് നിക്ഷേപകർ താഴെത്തട്ടിൽ ഒരു സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് എന്നാണ്. ഹ്രസ്വകാല നിക്ഷേപകർക്ക് ഈ OFS വാർത്ത വന്നതോടെ വിപണിയിൽ അല്പം അസ്ഥിരത നേരിടാം. എന്നാൽ സർക്കാർ നിശ്ചയിച്ച 254 രൂപ എന്ന ഫ്ലോർ പ്രൈസിന് സമീപം ഓഹരിക്ക് നല്ലൊരു സപ്പോർട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. മികച്ച Q3 ഫലങ്ങളും 2800 കോടി രൂപയുടെ പുതിയ ഓർഡറും പരിഗണിക്കുമ്പോൾ സപ്പോർട്ട് ലെവലുകളിൽ വാങ്ങുന്നത് ദീർഘകാല നിക്ഷേപകർക്ക് ഗുണകരമായേക്കാം. എന്നാൽ വിപണിയിലെ ചലനങ്ങൾ കൂടി ശ്രദ്ധിച്ച് മാത്രം നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുക. Yeah.